പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പം നമ്മളായിരിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് താമസിക്കാൻ വേറൊരു വീട് വേണ്ടേ? എന്ന വണ്ണം നമ്മുടെ വീട് പൊളിച്ചു കളഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ഇത് ഉപയോഗശൂന്യമായിട്ട്, ഇതെന്താണ്? ഭൂമി പാപം നിമിത്തം ഇന്ന് ഉപയോഗശൂന്യമായിട്ട് തീർന്നു. അപ്പം ഈ വീട് പൊളിച്ചാൽ നമ്മൾ പുതിയ വീട് വെക്കാൻ വേണ്ടി ആണിത് പൊളിക്കുന്നത്. പൊളിക്കുമ്പോൾ എന്താണ്? ഇതിനേക്കാളും മെച്ചമായിരിക്കുന്നു എന്നല്ലേ പണിയുന്നത്? അത് പ്ലാൻ ചെയ്തിട്ടല്ലേ ഇത് പൊളിക്കുന്നത്. അപ്പോൾ ദൈവം എന്താ വെച്ചു? ഈ ആകാശവും ഭൂമിയും മാറ്റിക്കളഞ്ഞു. അതാണ് പഠിച്ചിരിക്കുന്നത്. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. അപ്പോൾ എന്താണ്? ഈ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചഗോളങ്ങൾ മുഴുവനായിട്ട് മാറ്റപ്പെട്ടു. എന്നിട്ട് ദൈവം ഇവിടെ പറഞ്ഞു കേട്ടോ, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞങ്ങൾ നോക്കിയേ. ഒരു പെൺകുട്ടി അവള് വിവാഹ ദിവസം ഒരുങ്ങി അവിടെ ഭവനത്തിൽ നിന്ന് വാതിൽപ്പടി കടന്ന് അങ്ങോട്ട് കടന്നു വരുന്നത് പോലെ അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ സർവാഭരണ വിഭൂഷിതമായിട്ട് അല്ലേ, അതെല്ലാം ഒരുങ്ങി വരുന്ന പോലെ പുതിയ യെരുശലേം നമുക്ക് വേണ്ടി ദൈവം മുകളിൽ താഴേക്ക് ഇറക്കിയ